അപ്പോൾ ഈ ആശാ ഭോസ്ലെ അവസാനം കൊച്ചിയിൽ വരാൻ തീരുമാനിക്കുന്നു. അത് 2015 ഏപ്രിൽ 12-ാം തീയതിയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് കൊച്ചിയിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. മുഖ്യ അതിഥിയായി നടൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടക്കുക. അപ്പം ശരിക്കും ഈ ആശാ ഭോസ്ലെയെ വളരെ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള നമ്മളൊക്കെ അദ്ദേഹത്തെ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുക, അതൊക്കെ നമുക്കൊരു ചെറിയ ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഈ മഹാഗായിക എത്ര ലാളിത്യത്തോടെയാണ് പെരുമാറുന്നത്. ഇവിടുത്തെ ഒരു സാധാരണ ഒരു വീട്ടമ്മയെ പോലെയായിരുന്നു നമ്മളെയൊക്കെ ഡീൽ ചെയ്ത്. നമ്മളൊന്നും ഒരു പരിചയമില്ലെങ്കിൽ ഒരുപാട് കൊല്ലമായി ബന്ധമുള്ളതുപോലെ സംസാരിക്കുക, നമ്മുടെ വേദിയിലേക്കൊക്കെ വളരെ ലളിതമായിരിക്കുക. അതുപോലെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങ് നീണ്ടുപോയെങ്കിലും അവിടെ കാത്തിരിക്കുക, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ഒരാളിൽ നിന്ന് വരുമോ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കില്ല. അത്ര അവിശ്വസനീയമായ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു. വേദി കയറിയപ്പം അതിനൊരു വല്ലാത്ത ഗന്ധവും സൗകുമാരിയും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ചാനൽ കേരളത്തിൽ എന്തോ ആകാൻ പോകുന്നു എന്ന തോന്നൽ നമുക്കൂടെ ഉണ്ടാക്കി തന്നിട്ടാണ് അവർ പോയത്. കാര്യം ഒരുപാട് ഉത്കണ്ഠയും ആശങ്കയും നമുക്കെപ്പോഴും ഉണ്ടാകും നമ്മളൊരു പുതിയതായ സംരംഭം തുടങ്ങുമ്പോൾ. കാരണം ഇത് 8 നിലയിൽ പൊട്ടി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇത് എത്തിയില്ലെന്ന് വരാം. അങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ആശാ ഭോസ്ലെൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും മഹാനടൻ മമ്മൂട്ടിയെ സാക്ഷിയാക്കി അവർ നന്നായി സംസാരിക്കുകയും അന്ന് ഞാൻ ഓർമ്മിക്കുന്നത് രഞ്ജിനി ഹരിദാസും ശ്രീശാന്തുമായിരുന്നു അവതാരകർ. ശ്രീശാന്തിനെ അവർക്ക് കേട്ടിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ അടുത്ത് പരിചയമുള്ള പോലെ ഒരു പ്രത്യേകിച്ച് അന്ന് ശ്രീശാന്തൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് വേദിയിൽ അറിയപ്പെടുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീശാന്ത് വളരെ അടുപ്പത്തോടെ, പ്രത്യേകിച്ച് ശ്രീശാന്ത് ഹിന്ദി അറിയാം എന്നുള്ളത് ഒരു മേന്മയായി. ശ്രീശാന്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, നമ്മളോടൊക്കെ വളരെ ലളിതമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. കാര്യം അവരെ കാണാനും അവരുമായി കുറച്ചു നേരം സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഭീമയിലെ ഡോക്ടർ ഗോവിന്ദൻ സാറും അതുപോലെ ഗോകുലം ഗോപാലേട്ടനും ആലിംഗൽ മുഹമ്മദും ഡോക്ടർ വിദ്യാ വിനോദും അതുപോലെ സതീഷ് പിള്ള ഒക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയായിരുന്നു അത്. മാത്രമല്ല സനൽകുമാർ, അന്ന് നമ്മുടെ ഓഡിറ്ററാണ് അദ്ദേഹം മോഹൻലാലിനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഈ സമയത്തുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഹിന്ദി അത്ര പരിചയമില്ല എന്ന് ഞാൻ ഇംഗ്ലീഷ് എന്നോട് പറഞ്ഞു, നല്ലതേ വരൂ എന്നാണ് അവരെന്നോട് പറഞ്ഞിട്ട് പോയത്. അപ്പം നല്ലതേ വരൂ എന്ന് പറയുന്നതിന് ഒരു 100,000 അർത്ഥം എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ചേക്കേറിയെങ്കിലും ഞാൻ വിചാരിച്ചു അത് വളരെ ഔപചാരികമായിട്ട് ഇതുപോലെ വരുന്ന ഒരു മുഖ്യ അതിഥി നമ്മോട് പറഞ്ഞിട്ട് പോയതാകാം. പിന്നീടുള്ള സമയത്ത് ഫ്ലവേഴ്സ് ഒരു വലിയ സംഭവമായി മാറി. ഒരാൾ വഴി ഞാൻ അവരോട് എത്തിച്ചിരുന്നു. അന്നത്തെ ഉദ്ഘാടനം ഫലവത്തായി, ഫ്ലവേഴ്സ് നന്നായി വന്നു, കാഴ്ചയുടെ ഒരു പുതിയ വസന്തം മലയാളിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ വിവരം അറിയിച്ചിരുന്നു. എന്താ അന്ന് അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർക്ക് സന്തോഷമായി എന്നാണ് ഈ പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ വാർഷികം ഇന്നാണ്. 11ാം വാർഷികത്തിൽ നിൽക്കുകയാണ് ഫ്ലവേഴ്സ് എന്ന വിനോദ ചാനൽ. അതിന് പിന്നീടാണ് ഒരു 2018 ഡിസംബർ 8-ാം തീയതി നമ്മളൊരു വാർത്താ ചാനലും ഫ്ലവേഴ്സിൻ്റെ മടിത്തട്ടിൽ നിന്നുണ്ടാക്കി. അപ്പം ഫ്ലവേഴ്സും 24 ഒക്കെ ഏറ്റവും നന്നായി പോകുമ്പോൾ അതിൻ്റെ ഒരു കടപ്പാട് തീർച്ചയായിട്ടും ആശാ ഭോസ്ലെയിലേക്ക് നീണ്ടു ചെല്ലും. ആശാജി എന്ന് നമ്മളൊക്കെ ബഹുമാനത്തോടെ വിളിക്കുന്ന തീർച്ചയായിട്ടും ആശാജിയുടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു പാദപതനവും ഒക്കെ തന്നെ ഈ ചാനലിന് മുതൽക്കൂട്ടായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല സുജാത പറഞ്ഞ പോലെ ലോക ചലച്ചിത്ര സംഗീതത്തിലും അല്ലാത്ത സംഗീതത്തിലും ഇന്ത്യൻ സംഗീതത്തിലുമൊക്കെ ഇത്രയധികം ഉയരങ്ങൾ താണ്ടിയ ഒരാളെ തന്നെ നമുക്ക് ഇതേപോലെ നമ്മുടെ സംരംഭം നാട്ടുകാരിൽ എത്തിക്കാൻ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പുതിയ അധ്യായമായിട്ട് അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മറിച്ച് നോക്കേണ്ടാതെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അധ്യായമായിരിക്കും. കാര്യം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു വിനോദ ചാനൽ ഉണ്ടാക്കുക എന്ന്. ആ സ്വപ്നങ്ങൾക്ക് ചിറകേറാൻ കാരണക്കാരിയായി അവർ വന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും സ്മരിക്കുന്നു. ഈ വാർഷിക ദിനത്തിൽ തന്നെ അവരുടെ വിയോഗം സംഭവിച്ചു, ആശാജിയുടെ വിയോഗം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു. ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിലും ഞാനത് പറയുകയുണ്ടായി. KS ചിത്ര അന്ന് വേദിയിലുണ്ടായിരുന്നു. ചിത്രാജിയെ കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി വേൾഡ് അടക്കി വാണ ഒരു ഗായികയോട് എങ്ങനെ പെരുമാറും അതുപോലെയായിരുന്നു KS ചിത്രയോടുള്ള അവരുടെ പെരുമാറ്റം. അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നിട്ട് ആശാജിയുടെ ഒരു പാട്ട് അന്ന് KS ചിത്ര വേദിയിൽ ആലപിച്ചു. അതൊക്കെ അവർ വളരെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ആദരിച്ചതുമൊക്കെ KS ചിത്രയായിരുന്നു. അപ്പോൾ 2 വലിയ ഗായികമാർ തമ്മിൽ കണ്ടുമുട്ടുന്നതിനപ്പുറം എന്തോ ഒരു മകളോ അല്ലെങ്കിൽ ഒരു അനീതിയെ കാണുന്ന പോലെയാണ് KS ചിത്ര എന്ന ആശാജി കണ്ടത്. ഇതൊക്കെ നല്ല ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും ഒക്കെ ചരിത്രത്തിലെ സുവർണ്ണ ഏടുകളിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഈ മഹാഗായികയുടെ വിയോഗത്തിൽ ഫ്ലവേഴ്സിനും 24നുമുള്ള ആദരാഞ്ജലികൾ ഇവിടെ രേഖപ്പെടുത്തും. 91 വയസ്സായി നമുക്കറിയാം. ഈ പ്രായ
പ്രായമൊക്കെ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ ബാധിക്കും. പക്ഷേ ഇത് ഈ ഗായിക ഭൗതികമായി കടന്നുപോയാലും ഈ ഗായിക അവശേഷിപ്പിച്ച സംഗീതമുണ്ടല്ലോ, അവർ പാടിവെച്ച പാട്ടുകളുണ്ടല്ലോ, മാത്രമല്ല ഏത് തരം സംഗീതവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് അത്ഭുതങ്ങൾ കാട്ടിയ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളൊക്കെ എക്കാലത്തും നിലനിൽക്കുകയും ആശാ ഭോസ്ലെ എന്ന മഹാഗായിക ഈ മണ്ണിൽ കുറേ കാലം ജീവിച്ച് കുറേ അധികം നല്ല പാട്ടുകൾ പാടിയിരുന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ആദരാഞ്ജലികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.